മലപ്പുറത്ത് നിന്ന് 3 ദിവസം മുൻപ് കാണാതായ കോഴിക്കോട്ട് മരിച്ച നിലയിൽ കണ്ടെത്തി. വാഴക്കാട് ആക്കോട് സ്വദേശി അൻവർ സാദത്താണ് മരിച്ചത്. രാമനാട്ടുകര പെരുമുഖത്തെ ആൾതാമസമില്ലാത്ത വീട്ടുമുറ്റത്താണ് മൃതദേഹം കണ്ടെത്തിയത്. ഉടമ അൻവർ സാദത്തിനെ നോക്കാൻ ഏൽപ്പിച്ചതാണ് ഈ വീട്. ദീപക് മലയമ്മയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദീപക്, എന്താണ് മരണകാരണമെന്നോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പോലീസ് പറയുന്നുണ്ടോ? അരുൺ, അതിലൊരു അസ്വാഭാവികതയുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് പോലീസിന് കൃത്യമായ വിവരങ്ങളിലേക്ക് എത്താൻ ഈ ഘട്ടത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. 3 ദിവസം മുൻപാണ് വാഴക്കാട് സ്വദേശിയായിട്ടുള്ള അൻവർ സാദത്ത്, 57 വയസ്സുകാരനാണ്, അദ്ദേഹത്തെ കാണാതാകുന്നത്. വീട്ടിൽ നിന്ന് പറഞ്ഞത് പല്ലിൻ്റെ അസുഖത്തിന് ഡോക്ടറെ കാണിക്കണം എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതിനുശേഷം പിന്നീട് ഫോണിലൊന്നും തന്നെ ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. വാഴക്കാട് പോലീസ് സ്റ്റേഷനിൽ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ബന്ധുക്കൾ തുടർന്ന് വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തി. അങ്ങനെയാണ് ഫറോക്ക് മൈത്രി റോഡ് ഉണ്ട്, അവിടെ തൊട്ടടുത്ത് തന്നെ കുഞ്ഞിക്കോയ എന്ന് പറയുന്ന ഒരാളുടെ വീടിൻ്റെ മുറ്റത്ത് ഇദ്ദേഹം മരിച്ച കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കാൽപാദം ഏതാണ്ട് ദ്രവിച്ച നിലയിലാണുള്ളത്. ഒപ്പം തന്നെ ഹെൽമറ്റ് ധരിച്ച് ചുമരിനോട് ചാരി കിടക്കുന്ന രീതിയിലാണ് മൃതദേഹം ഉണ്ടായിരുന്നത്. അത് ബന്ധുക്കൾ തന്നെയാണ് കണ്ടെത്തുന്നത്. തുടർന്ന് പോലീസിനെ അറിയിക്കുകയായിരുന്നു. ഫറോക്ക് പോലീസ് സ്റ്റേഷൻ പരിധിയാണ്. അങ്ങനെ പോലീസ് സ്ഥലത്തെത്തി ഫോറൻസിക് വിഭാഗത്തെ ഉൾപ്പെടെ കൊണ്ടുവന്ന് പരിശോധന നടത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. നാളെയായിരിക്കും പോസ്റ്റ്മോർട്ടം നടക്കുക. ആ പോസ്റ്റ്മോർട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും ആളുകൾ അദ്ദേഹത്തെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും അസുഖമുണ്ടായത് കാരണം അങ്ങനെ അവിടെ മരിച്ചു വീണ് അറിയാതെ പോയതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഒരു വ്യക്തത വരികയും ചെയ്യും. എന്തായാലും മൃതദേഹം നിലവിൽ ആ സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. 3 ദിവസം മുൻപാണ് ഇദ്ദേഹത്തെ കാണാതാവുകയും ചെയ്തിട്ടുള്ളത്. താങ്ക് യു. ദീപക് മലയമ്മയാണ് വിവരങ്ങൾ നൽകിയത്. ആത്മഹത്യ ഒരു പ്രശ്നത്തിന്റെയും പരിഹാരമേ അല്ല എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു.